അപ്പോൾ പ്രിയമുള്ളവരെ, വലിയഴിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരാൻ പറ്റിയത് വലിയൊരു സന്തോഷമുണ്ട്. ഇത് ഗവൺമെൻറ് സ്കൂളല്ലേ? അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ടോ? അധ്യാപകർ കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടോ? കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ? അത് മതിയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ അമ്മമാരെയൊക്കെ കണ്ടു. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഒരുപാട് അമ്മമാർ MDMA ഒക്കെ കഴിച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ വഴിനീള ചീത്തവിളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മമാരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ വഴിയെ തെറിയും വിളിച്ച് മദ്യവും കഴിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തലമുറയെ തന്നെ നശിപ്പിച്ച് നടക്കുന്ന പിള്ളേർ നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ച് നിർത്തി മേലാലി വഴി വരരുതെന്ന് പറയണം. ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല. നമ്മൾ ശരിക്കും ഒരു വലിയ ദൗത്യവുമായിട്ട് കേരളത്തിലുടനീളം സഞ്ചരിക്കുകയാണ്. ഇത് KR ഗോപികൃഷ്ണൻ 24ൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഇത് സ്മിത ഹരിദാസ്, നിങ്ങൾ ഈ ഫേസ് വളരെ പരിചിതമായിരിക്കും, നമ്മുടെ വാർത്താ അവതാരകയാണ്. അതേപോലെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, 30 ദിവസം നീളുന്ന ഒരു യാത്ര നമ്മൾ ഏറ്റെടുത്തു. 14 ജില്ലകളിലും മിക്കവാറും എല്ലാ താലൂക്കുകളും സ്പർശിച്ചായിരിക്കും നമ്മൾ ഈ യാത്ര കടന്നു പോകും. ഇതൊരു പര്യടനമാണ്. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ടെലിവിഷനും റേഡിയോയിലുമായിട്ട് ഞാനൊരു 40 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ആഘോഷങ്ങളിലൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് വിശ്വാസമില്ലാത്ത ഒരാളാണ്. അതേസമയം ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനും വേണ്ടി ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ SKN40 എന്ന് പറയുന്ന കേരള യാത്ര. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ സംപ്രേഷണം ചെയ്തതിന് ശേഷമാണ് തുടങ്ങിയത്. ആ ഇൻ്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ലഹരി വ്യാപനത്തിനെതിരായിട്ട് കർക്കശമായ നടപടിയെടുക്കും. അത് അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലിപ്പോൾ വ്യാപകമായ റെയ്ഡൊക്കെ നടക്കുന്നുണ്ട്. കൊച്ചി പോലെയുള്ള നഗരങ്ങളിലൊക്കെ റെയ്ഡൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്ന, നിങ്ങളെപ്പോലെ തന്നെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്, ഇതൊക്കെ ചിലപ്പോൾ ചില്ലറ സ്കൂളുകളിലൊക്കെ ചില പ്രത്യേക പ്രദേശത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി മദ്യമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എഴുതി കാണിക്കട്ടെ. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിനതൊരു വലിയ പ്രശ്നമല്ല എന്നൊരു ചിന്തയിലായിരുന്നു ഞങ്ങളെല്ലാവരും ഈ യാത്ര തുടങ്ങിയത്. എന്നാൽ ഈ യാത്ര തിരുവനന്തപുരം വിട്ട് കൊല്ലം ജില്ലയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ട പല സ്ഥലങ്ങളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി, അമ്പരപ്പിച്ചു. അതായത് കൊച്ചുകുട്ടികൾ പോലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ സ്കൂളിൻ്റെ വരാന്തയിലൊക്കെ ചില ആളുകൾ ചില മിഠായികൾ, ലഹരി കാലത്ത് ചില മിഠായികളുമായിട്ട് കുട്ടികളെ പ്രേരിപ്പിച്ച് ഇത് കഴിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ വലിയ ലഹരി കഴിച്ച് MDMA പോലുള്ള മാരകമായ കെമിക്കൽ രാസലഹരി ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ 300 ഇരട്ടി കുഴപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ നമ്മൾ വാർത്തകളിൽ കാണുന്നത് പോലെ 24ൻ്റെ പരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ പറയുന്നതിനേക്കാളും ഒരു 300 ഇരട്ടി പ്രശ്നം ഇപ്പോൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ ആത്മാവ് വേദനിക്കുകയാണിപ്പോൾ. കാരണം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരസ്പര സാഹോദര്യത്തിലും സ്നേഹത്തിലും ഒക്കെ വളർന്നു വരുന്നവരാണ്. നമ്മൾ തല്ലുകൂടും, വഴക്കടിക്കും, അയലത്തുകാരനെതിരെ നമ്മൾ പിച്ചാത്തിയെടുക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ പ്രളയം വന്ന സമയത്ത് നമ്മുടെ ആളുകളൊക്കെ കൈകാലിട്ടടിച്ചപ്പോൾ, ജീവിതത്തിൽ നിന്ന് കരകയറാനും നീന്തി കയറാനും വേണ്ടി കൈകാലിട്ടടിച്ചപ്പോൾ നമ്മളെല്ലാം കൈകൊടുത്തവരാണ്. നമ്മുടെ ആളുകൾ മലപ്പുറത്ത് നിന്നൊക്കെ വന്നില്ലേ, നമ്മുടെ ആളുകൾ വന്ന് നമ്മളെ കരകയറ്റി ജീവൻ രക്ഷപ്പെടുത്തി തന്നു. എത്രയോ ആളുകൾ മരണത്തിൻ്റെ മുൻപിൽ നിന്ന് അത്ഭുതകരമായി ഈ പ്രളയകാലത്ത് രക്ഷപ്പെട്ടു. അതുപോലെ പിന്നീട് വന്ന കോവിഡ്, 2018 വെള്ളപ്പൊക്കം, 2020 കോവിഡ് വന്നു. 20 മാസക്കാലം കൊറോണ നമ്മളെ തകർത്തെറിഞ്ഞു. ആ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ കൊറോണയെ നേരിട്ടു. കൊറോണ പമ്പ കടന്നു, പമ്പയും കല്ലടയാറും കടന്നു പോയി. ഇപ്പോൾ നമ്മൾ എങ്ങനെ കോവിഡിനെ നേരിട്ടോ, എങ്ങനെ നമ്മൾ പ്രളയത്തെ നേരിട്ടോ, അതേ അഭിപ്രായ ഐക്യത്തിൽ നമ്മൾ ഈ പ്രതിസന്ധി കടക്കണം. കാരണം നമ്മുടെ കുട്ടികളാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ആശങ്കയുണ്ട്. അമ്മമാർക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ട് വരുമ്പോൾ എന്താവും എന്നുള്ള രീതിയിൽ ആശങ്കപ്പെടുന്നൊരു കേരളം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അമ്മമാർക്ക് പേടിയാണ്, അമ്മമാർക്ക് ടെൻഷനാണ്. ഈ അമ്മമാർക്ക് രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണം. നമ്മുടെ കുട്ടികൾ, നമ്മൾ താലോലിച്ച് വളർത്ത പേറ്റുനോവ് അനുഭവിച്ച് 10 മാസം ചുവന്ന് പെറ്റ ഒരമ്മയ്ക്ക് ഒരു മകനുണ്ടാകുന്ന ദുരന്തം താങ്ങാൻ കഴിയില്ല. എത്രയോ കുട്ടികളിപ്പോൾ ഈ കുത്തി മരിക്കുന്നു. നിങ്ങൾ ടെലിവിഷനിലൊക്കെ കണ്ടു കാണും. രാവിലെ നമ്മൾ വാർത്ത മുറിയിൽ ഇറങ്ങിയാൽ വാർത്ത വായിക്കാൻ മൈക്രോഫോണിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെ തേടിയെത്തുന്നത് കൊലപാതകത്തിൻ്റെ വാർത്തകളാണ്.
കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത് കേരളത്തിൽ. അത് കൊല്ലുന്നതൊക്കെ ചെറിയ രീതിയിലല്ല, വളരെ തീവ്രമായ, വളരെ സീരിയസ് ആയ രീതിയിലാണ്. കൊലക്കത്തിയെടുത്ത് അമ്മയുടെ ചങ്കിന് കുത്തി കയറ്റുക, അച്ഛൻ്റെ പള്ളയ്ക്ക് നോക്കി കത്തി കയറ്റുക, ബാപ്പയുടെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുക, അതിഭീകരമായിട്ട്. വെഞ്ഞാറമൂട് എന്നൊരു സ്ഥലത്തെ കൂട്ടക്കൊലയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവിടെ അപാൻ എന്നൊരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് 6 പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുനെറ്റിയിൽ 6 പേരെയും ചുറ്റികയ്ക്ക് അടിച്ച് തറയിട്ടിട്ട് നന്നായി കുളിച്ച് സോപ്പൊക്കെ പുരട്ടി ലെഗ് സോപ്പൊക്കെ തേച്ച് വാടയൊക്കെ മാറ്റി ഗന്ധമൊക്കെ അകറ്റി അവൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് 20 മിനിറ്റ് എടുത്തു അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വിശ്വസിക്കാൻ ഇവനിങ്ങനെ കൊലപ്പെടുത്തിച്ച് വന്നു. ഞാനിങ്ങനെ 6 പേരെ കൊന്നു എന്ന് പറഞ്ഞു. നീ അടങ്ങണ ഇരിയടാ, വട്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു പോലീസുകാരനോട് പറഞ്ഞു, അവൻ കുറേ തവണയായിട്ട് പറയുന്നുണ്ടോ, ഇളവെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. പോലീസുകാരൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ 2 മൃതദേഹങ്ങൾ കിടക്കുന്നു. അപ്പോഴാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ചുറ്റി കൊണ്ട് സ്വന്തം ഉമ്മയെ ആഞ്ഞടിക്കുന്നു, ബന്ധുജനങ്ങളെ അനിയനെ പോലും ആഞ്ഞടിക്കുന്നു, കാമുകിയെ അടിച്ചു കൊല്ലുന്നു. രക്തം ചീറ്റി തെറിച്ചിട്ട് പോലും അവന് കുളിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്, സോപ്പ് തേക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്. എന്നിട്ട് തേച്ചലക്കിയ ഉടുപ്പ് എടുത്തിട്ട് അവൻ അലക്കി തേച്ച മുഖമായിട്ട് വെഞ്ഞാറമൂട് സിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് ഏതാണ്ട് ടൂറ് പോയതിൻ്റെ വാർത്ത പറയുന്ന പോലെ ഞാൻ 6 പേരെ തട്ടിയേച്ച് വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം കേരളത്തിൽ നമുക്ക് കേട്ടുകേൾവിയുള്ളതല്ല. ഈ സാഹചര്യം നമുക്ക് അവസാനിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി പാടുപെട്ട് കടലിലൊക്കെ പണിയെടുത്ത് കടലിലൊക്കെ മീൻ പിടിക്കാൻ പോയി ഉണ്ടാക്കുന്ന പണം കൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വളർത്താൻ ശ്രമിക്കുമ്പോൾ കുരുന്നുകളെ കുരുതി കൊടുക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ മലയാളികൾ തന്നെ ഉണ്ട് കേട്ടോ. ഇത് അന്തർദേശീയ മാഫിയ സംഘമൊക്കെ ഇതിന് പിന്തുണയുണ്ടെങ്കിൽ പോലും ഈ ബംഗളൂരു പോലെയുള്ള നഗരങ്ങളിലൊക്കെ പോയിട്ട് ഇത്തരം മരുന്നുകൾ, ഈ ലഹരി മരുന്നുകൾ ശേഖരിച്ചു വരുന്ന ആളുകൾ മലയാളികൾ തന്നെയാണ്. ട്രെയിൻ മാർഗം, കൊറിയർ മാർഗം, വിമാനമാർഗം, ബസ് മാർഗം എല്ലാം കേരളത്തിലേക്ക് MDMA ഒഴുകുകയാണ്. MDMA എന്ന് പറഞ്ഞാൽ വെളുത്തൊരു തരം ഒരു പഞ്ചസാര മണൽത്തരി പോലെ ഇരിക്കുന്നൊരു സാധനമാണത്. ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ 3-4 തവണ ഏതെങ്കിലും ഒരു കുട്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മനോനിലയിൽ വലിയ മാറ്റം ഉണ്ടാകും. മാനസിക രോഗം ബാധിച്ച സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാൾ എങ്ങനെ പെരുമാറുന്നുവോ അതേപോലെ തന്നെയാണ് വിചിത്രമായ സ്വഭാവം ഇയാൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ മാത്രമല്ല, നിരന്തരമായി കഴിച്ചുകൊണ്ടിരുന്നാൽ രക്ഷപ്പെടാൻ വലിയ പാടാണ്. ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ആകുന്നതിലുള്ള ആശങ്ക കൊണ്ടാണ് ഞാൻ ഇത്തരമൊരു യാത്രയുടെ ദൗത്യം ഏറ്റെടുത്തത്. എനിക്കൊപ്പം എൻ്റെ വാർത്താ സംഘം മുഴുവനുണ്ട്. 75 ആളുകൾ നമുക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ഏകദേശം. അത് മാത്രമല്ല, ഈ യാത്ര കാസർഗോഡ് പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ സർക്കാരിന് ഇതെല്ലാം പഠിച്ച് നമ്മളെല്ലാം വിശദമായി പരിശോധിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ പ്രശ്നങ്ങളുള്ളത്, അതിന് എന്തൊക്കെ പരിഹാരമാണ് ആളുകൾ പറയുന്നതെന്ന് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കും. സാധാരണ റിപ്പോർട്ടല്ല, ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുന്ന എല്ലാവരെയും സൂചിപ്പിച്ച് കൊടുക്കുന്ന റിപ്പോർട്ടായിരിക്കില്ല ഇത്. സത്യമായിട്ടും സത്യസന്ധമായ കാര്യങ്ങൾ വെള്ളം ചേർക്കാതെയും എഴുതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു സംവാദം സംഘടിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ മെമ്മോറാണ്ടം കൊടുക്കുക. ആ മെമ്മോറാണ്ടത്തിലെ കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ അത് നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ നമ്മൾ വിലമതിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സംസ്ഥാന സർക്കാരോ സംസ്ഥാന പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ ഈ ലഹരി മരുന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. കുട്ടികൾ ആരെ കാണുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് ബാഗിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ, മാത്രവുമല്ല നമ്മൾ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ തുറന്നു നോക്കണം. അതേപോലെ ഒരു മുറിക്കുള്ളിൽ കയറി നമ്മൾ ഫോണും കൊടുത്ത്, സ്മാർട്ട് ഫോണും കൊടുത്ത് മണിക്കൂറുകളോളം കുത്തിയിരിക്കുന്ന കുട്ടിയുടെ ചിത്രം അവസാനിപ്പിക്കണം. ഇത് കേട്ടിട്ട് നാളെ പോലെ നിങ്ങൾ കുട്ടികളെല്ലാം പിടിച്ച് വളരെ പെട്ടെന്ന് ചൂറിലൊക്കെ കാണിച്ച് എടാ നീ ഫോൺ എടുത്ത് കളയടാ, കടലോട്ട് എറിയേ എന്നൊന്നും പറയരുത്. കുട്ടികളെ നിങ്ങൾ വളരെ സൂത്രത്തിൽ വേണം അമ്മമാരിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന കാലമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കുട്ടികളെ ഡീൽ ചെയ്യണം. കുട്ടികളല്ല പ്രതികൾ, അവരല്ല ഇതിൽ കുറ്റക്കാർ, അവരല്ല കുറ്റവാളികൾ. ഇത് ഏജൻസികൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വഴിയരികിൽ പോയി കൂളെന്നൊക്കെ പറഞ്ഞൊരു ലഹരി കലർന്ന മുട്ടായി ഉണ്ട്. ചോക്ലേറ്റിലൊക്കെ ലഹരി കലർത്തി വഴി അരികിലൊക്കെ ചില അമ്മമാർ ചേട്ടന്മാർ നിന്നിട്ട് മോളെ ഒരു മിഠായി തരട്ടെ എന്ന് പറയുമ്പം ആദ്യം കുട്ടി വേണ്ടെന്ന് പറയും. രണ്ടാമത് ചോദിക്കുമ്പോൾ കുട്ടി ഇത് വേണമെന്ന് പറയും. കുട്ടി ഇത് കഴിക്കും. കുറേശ്ശെ ഈ കുട്ടി ലഹരിയിലേക്ക് ഇങ്ങനെ അമർന്നു തുടങ്ങും. അത് അവസാനം എത്തി നിൽക്കുന്നത് വളരെ അപകടകരമായ MDMA പോലുള്ള ലഹരിയിലായിരിക്കും. അപ്പോൾ കുട്ടികളെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഈ സ്കൂളിൽ പോകുന്ന ഈ കുട്ടികളുള്ള അമ്മമാർ തീർച്ചയായിട്ടും വല്ലപ്പോഴും പള്ളിക്കൂടത്തിൽ പോയി നിങ്ങൾക്ക് സമയം കിട്ടുമ്പം അധ്യാപകരോടൊന്ന് ചോദിക്കണം. വലിയ അഴീക്കൽ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ എത്ര വീട്ടമ്മമാർ കാര്യങ്ങൾ തിരക്കുന്നു എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വീട്ടിൽ ജോലിയുള്ള രക്ഷകർത്താക്കൾ പുറത്തു പോയിരിക്കുകയായിരിക്കും. അമ്മമാർ സമയം കിട്ടുമ്പോൾ പോയി ഒന്ന് അന്വേഷിക്കണം കുട്ടിയൊക്കെ ഓക്കെ ആണോ. കാര്യം ഈ ചെറിയ പ്രായത്തിലെ കുട്ടി കൈവിട്ട് പോയാൽ പിന്നീട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ
ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. ഈ ലഹരി ഉപയോഗം അതിൽ നിന്ന് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള തന്ത്രവിദ്യ അറിയാവുന്ന ഡോക്ടേഴ്സുണ്ട്, അവരുടെ അടുത്ത് കൊണ്ടുപോകണം. അതല്ല, കുട്ടിക്ക് ഈ ചില കമ്പനി ചേർന്ന് ചില സൗഹൃദമൊക്കെ ഉണ്ടല്ലോ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അവരുമായിട്ടുള്ള കമ്പനി അവസാനിപ്പിക്കണം. അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്, ചെറിയ കുട്ടികളാണെങ്കിൽ ചോദിക്കണം. ഇപ്പോൾ 15 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെയാണ് 10ാം ക്ലാസ്സിലും +1നും+2നും പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ. ഞാൻ പോയിട്ടുള്ള പല സ്കൂളുകളിലും നിങ്ങൾ വിശ്വസിച്ചോളൂ, അവിടുത്തെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ തന്നെ MDMA ശീലിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നോടൊരു ഒരു വിദ്യാലയത്തിൻ്റെ, ഞാൻ ആ പേര് പറയുന്നില്ല, നമ്മളൊക്കെ കരുതുന്നത് ഒരു വിദ്യാലയത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞാൽ ആ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി ഇല്ലാതാകുമെന്നാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു വിദ്യാലയത്തിൻ്റെ പ്രശസ്തിയേക്കാളും വലുതാണ് നമ്മുടെ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയാനൊന്നും മടിക്കേണ്ട കാര്യമില്ല. ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അധിപ എന്നോട് പറഞ്ഞത്, അവരുടെ വിദ്യാലയത്തിൽ 15 പേർ MDMA 15-നും 20-നും മധ്യേ MDMAയ്ക്ക് അടിമയാണെന്നാണ് പറഞ്ഞത്. അതായത് അതിലൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്, 1 മണിക്കൂർ നീളമുള്ള ഒരു ക്ലാസ്സിൽ ആ കുട്ടി ഇരിക്കുമ്പോൾ 20 മിനിറ്റ് ആകുമ്പോഴത്തേന് ആ കുട്ടിക്ക് ഇരിക്കാൻ വയ്യ. ഇത് കിട്ടാത്തതുകൊണ്ട്, ഈ സാധനം കഴിക്കാത്തതുകൊണ്ടുള്ളൊരു വെപ്രാളം, ഒരു ആവലാതി, ഒരു ആളൽ. ഉടനെ ക്ലാസ്സിൽ നിന്ന് എടുത്തിയാടുന്നു, പുറത്തു പോയി കപ്പക്കമ്മിൻ്റെ ഇടയിൽ കയറി നിന്ന് കൂട്ടുകാർ വരുന്നു, അവർ ഈ സാധനം കൊടുക്കുന്നു, കഴിക്കുന്നു, വീണ്ടും കയറി നിൽക്കുന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാകുന്നു, വീണ്ടും എടുത്ത് ക്ലാസ്സിൽ പുറത്തിയാടുന്നു. ആൺപിള്ളേരാണെങ്കിൽ ജനാല വഴി പുറത്തു പോകുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്നവർ ആരും അറിയുന്നില്ല. അവർ കഷ്ടപ്പെട്ട് വള്ളം ഉന്തിയും ഒക്കെ മണിക്കൂറുകളോളം കടലിനോട് ഏറ്റുമുട്ടി കൊണ്ടുവരുന്ന പണം കൊണ്ട് അവരുടെ രണ്ടറ്റവും ജീവിതത്തിൽ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ ആകർഷിക്കാൻ ഇങ്ങനെയുള്ള വൃത്തികെട്ട ശക്തികൾ നമ്മുടെ നാട്ടിൽ വിലസുന്നത്. ഇവരെയൊക്കെ കൈ കിട്ടി അപ്പോഴേ പിടിച്ച് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കണം. യാതൊരു കാരുണ്യവും ഇത്തരം ആളുകൾക്ക് കൊടുക്കേണ്ട കാര്യമല്ല. കാരണം അവരുടെ ഒറ്റ ലക്ഷ്യം നിങ്ങളുടെ മക്കളെ തകർത്തെറിഞ്ഞിട്ടും പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമാണ്. ആർത്തിമൂത്ത് വരുന്ന വട്ടായി വരുന്ന ആളുകളാണ്. അവരുടെ വട്ട് മാറ്റാൻ പോലീസിന് മാത്രമേ കഴിയൂ. പോലീസ് സംവിധാനം കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 10-90 ദിവസം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതേസമയം ഈ ലഹരിയുടെ മാനസികാവസ്ഥയുള്ള ആളുകൾ പിന്നെയും ഈ ലഹരി ഉപയോഗിക്കാൻ ശ്രമം നടത്തും. അതിനെതിരെ നമുക്ക് ജാഗ്രത വേണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. ഈ യാത്ര കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായത്. എന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഫോൺ ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഈ യാത്ര ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അമ്മമാർക്കൊക്കെ താങ്കൾ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാകുന്നു. അമ്മമാർക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലിരിക്കുമ്പോഴാണ് താങ്കൾ ഈ യാത്രയുമായി അവരെ സമീപിച്ചത്. അവർ വലിയ ആശ്വാസമായി. ഇതിനൊരു പരിഹാരം കാണാൻ സർക്കാരും പോലീസും എക്സൈസും സന്നദ്ധ സംഘടനക്കാരും ജനങ്ങളും യുവ തുർക്കികളും എല്ലാം ഇറങ്ങുന്നു എന്നുള്ളത് അവർക്ക് വലിയ ആവേശം പകരുന്നു. ഒരുപക്ഷെ എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം, നമ്മൾ ഈ യാത്ര കാസർഗോഡ് അവസാനിക്കുമ്പോൾ 30 ദിവസങ്ങൾ കഴിയും. ഈ 30ാമത്തെ ദിവസം കേരളം മുഴുവൻ ഒരു ജനസാഗരം പോലെ ഇരമ്പി വന്ന് അടിച്ചു കയറുന്നൊരു കടൽ പോലെ നമ്മുടെ സർക്കാരിനോടും പൊതു ഏജൻസികളോടും പറയണം, ഇത്തരം മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്നിന് അടിപ്പെട്ട ആളുകൾ വിതരണം ചെയ്യാൻ വരുന്ന ശൃംഖലകൾ കേരളം വിട്ടുപോകണം. ഒറ്റ ശബ്ദത്തിൽ ഒരേ ശ്വാസത്തിൽ നമ്മളെല്ലാവരും പറയുന്നു, ഈ നാട്ടിൽ നിങ്ങളുടെ കച്ചവടം ഇനി ആവശ്യമില്ല. നമ്മുടെ കുരുന്നുകളെ പണയം വെച്ച്, നമ്മുടെ കുരുന്നുകളെ കുരുതി കഴിച്ച് പണമുണ്ടാക്കാൻ ആർത്തി കയറി വരുന്ന ഒരു കക്ഷികൾക്കും ഒരു വ്യക്തിക്കും കേരളത്തിൽ പ്രാധാന്യമില്ല എന്ന് നെഞ്ചത്തടിച്ച് നിങ്ങൾ പറയണം. അതല്ലെങ്കിൽ അമ്മമാരെ, നാളെ ഒരു ദിവസം ഒരു പ്രഭാതം വരും, നെഞ്ചത്തടിച്ച് വലിയൊരു സുനാമി പോലെ ഈ ദുരന്തം നിങ്ങളെ വേട്ടയാടി എന്ന് വരും. സുനാമി കടലടിച്ച് കയറിയതാണ്, നിങ്ങൾക്കറിയാവുന്നൊരു പ്രകൃതി ദുരന്തമായിരുന്നു. എന്നാൽ ഇതിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ദുരന്തമാണ്, മനുഷ്യരുണ്ടാക്കുന്ന ദുരന്തമാണ്. കാരണം അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെട്ട് വളർത്തിക്കൊണ്ടുവരുന്നൊരു തലമുറയുടെ കടക്കൽ കത്തിവെക്കും. അതുകൊണ്ട് ഈ വൃത്തികെട്ട ശക്തികളുടെ നമ്മുടെ കേരളത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുന്ന വേരോടെ പിഴുതെറിയണം നമ്മൾ. അവൻ്റെയൊക്കെ സ്ഥാനം അറബിക്കടലിൻ്റെ അഗാധങ്ങളിലാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. നിങ്ങൾക്കതിലുള്ളൊരു കരുത്ത് വേണം, ശക്തി വേണം, ആവേശം വേണം, ആത്മാർത്ഥത വേണം. ചോരകിനിയുന്ന ആത്മാർത്ഥതയിൽ നമുക്കിന്നിവിടെ ഒരു സത്യപ്രതിജ്ഞ എടുക്കണം, ഒരു പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യേണ്ടത്, ഇങ്ങനെ നെറികെട്ടവന്മാരെ കൺമുന്നിൽ കണ്ടാൽ, നമ്മുടെ അമ്മമാരൊക്കെ പറയില്ലേ, ഇവനെയൊക്കെ കണ്ടാൽ കുളിക്കണമെന്ന് പറയില്ലേ, നിങ്ങൾ 3 നേരം കുളിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ. കുളിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ കയ്യോടെ പിടിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസ് സ്റ്റേഷനിലും ആക്കുക. മാത്രമല്ല, അമ്മമാർ വിചാരിച്ചാൽ ഒരുപക്ഷെ അച്ഛന്മാരെക്കാളും ചെറുപ്പക്കാരെക്കാളും അമ്മമാർക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെറുപ്പക്കാരെയാണ് ഇത് ഏറ്റവും സ്വാധീനിക്കുന്നത്, കൊച്ചു കുട്ടികളെയാണ് സ്വാധീനിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചോളൂ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെപ്പോലും ഈ മയക്കുമരുന്നിന് ഇരയാക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ യാത്രക്കിടയിൽ ഞാനിത് ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, അവന് 17 വയസ്സേ ഉള്ളൂ, +2 വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ വലിച്ചെടുത്തു.
അവൻ്റെ മുഖത്തേക്ക് ഞാൻ തറപ്പിച്ചൊന്ന് നോക്കിയപ്പോൾ അവൻ തറയിലേക്ക് മുഖം പൂഴ്ത്തി. കാരണം അവൻ എന്നെ നോക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര വിചിത്രമായ സ്വഭാവവിശേഷങ്ങൾ അവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എത്ര കാലത്തെ ചികിത്സ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരിക? നിങ്ങൾക്കറിയാം, മാനസിക നിലതെറ്റിയ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനോരോഗത്തിന് അടിമയായ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനോരോഗത്തിന് അടിപ്പെട്ടുപോയ അത് നമ്മുടെ നിയന്ത്രണമില്ലാതെ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല. ഈ ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ, നമ്മുടെ 500 കൊല്ലത്തിന് ഇപ്പുറമുള്ള തലമുറയിലോ 1000 കൊല്ലത്തിന് ഇപ്പുറമുള്ള തലമുറയിൽ ആർക്കെങ്കിലും മാനസിക രോഗം വന്നിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായി ആ തലമുറയിലുള്ള ആർക്കെങ്കിലും ഈ അസുഖം വരും. അത് മനസ്സിന് പറ്റുന്ന രോഗമാണ്. അതിനെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുഷ്ഠരോഗമെന്നോ ക്ഷയമെന്നോ മറ്റേതെങ്കിലും പറയുന്നൊരു ശാരീരിക രോഗം പോലെ തന്നെയാണ് മനോരോഗവും. എന്നാൽ ഇതങ്ങനെയല്ല. നമ്മൾ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ് ഈ രോഗത്തെ. ഒരു മനോരോഗി എങ്ങനെ പെരുമാറുമോ, ഒരു മാനസിക നിലതെറ്റിയ ആൾ നമ്മോട് എങ്ങനെ സംസാരിക്കുമോ, അയാളുടെ സ്വഭാവം എന്തായിരിക്കും? മാനസിക നിലതെറ്റിയ ആൾക്കൊന്നും അറിയില്ല. അയാൾക്കൊന്നും അറിയില്ല. അയാൾ എവിടെ നിൽക്കുന്നറിയില്ല, അയാളുടെ കൺമുന്നിൽ നിൽക്കുന്ന ആരാന്നറിയില്ല, അയാളെ ഇപ്പോൾ വിളിച്ചത് ആരാന്നറിയില്ല, അയാളോട് സംസാരിച്ചത് ആരാണെന്നറിയില്ല. ഒന്നും അറിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് മനോനില തെറ്റിയ ഒരാൾ ജീവിക്കുന്നത്. ഈ MDMA എന്ന് പറയുന്ന മാരകമായ ഈ വിഷം കഴിക്കുന്ന ആളിനും അതേ അവസ്ഥയായിരിക്കും. ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അമ്മയാര് പെങ്ങളാരെന്നറിയാതെ കൊലക്കത്തിയെടുത്ത് അവരുടെ നെഞ്ചിലോട്ട് കുത്തിയിറക്കാൻ ഒരു മകൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് ടെലിവിഷൻ നിറയെ കൊലപാതകത്തിൻ്റെ വാർത്തകൾ വരുന്നത്. ഇതിനെ അറുതിപ്പെടുത്തിയേ പറ്റൂ. ലഹരി അവസാനിപ്പിച്ചാൽ അക്രമം അവസാനിക്കും. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുക. അപ്പം നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ശക്തിയായി നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ കുരുന്നുകളെ സംരക്ഷിക്കുവാനും നമ്മുടെ കുട്ടികൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനും നമ്മുടെ അമ്മമാർക്ക് കൃത്യമായിട്ട് ഉറങ്ങാനും പറ്റുന്നൊരു സാമൂഹിക സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങളൊരു തീരുമാനമെടുക്കണം. അക്രമം വേണ്ട, ലഹരിയും വേണ്ട. MDMAയുമായി കയറുന്നവനെ നമ്മൾ അറബിക്കടലിൽ ആഴ്ത്തും. പിടിച്ചാരെയും കടലിടണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അധികാരമില്ല. അതിന് നമുക്ക് പോലീസ് സംവിധാനമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അവർ നോക്കിക്കോളും. നിയമത്തിൽ എന്തെങ്കിലും ചില നിയമങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്ന് നമുക്കറിയാം. 1 കിലോ കഞ്ചാവിൽ തികച്ച 1000 ഗ്രാം ഇല്ലെങ്കിൽ ഒരുത്തിനും ജാമ്യം കിട്ടിപ്പോവും, നമ്മൾ എത്ര പിടിച്ചാലും. എന്നാൽ 15, 14, 18 വയസ്സുള്ള ആളുകളൊക്കെ ചെയ്യുന്ന വിക്രികൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നു. ഈ നിയമങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രതിജ്ഞ എടുക്കും. പ്രതിജ്ഞയ്ക്ക് ശേഷം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു കാര്യം വിശ്വസിച്ചുള്ളൂ, പോയ സ്ഥലങ്ങളെല്ലാം സംഭവം കുഴപ്പമാണ്, എല്ലാം കുഴപ്പമാണ്. ഞാൻ തന്നെ ഇപ്പം ഞെട്ടിയിരിക്കുക. ഇങ്ങനെയൊക്കെയാണോ കേരളം? ഞാൻ വിചാരിച്ച കേരളമേ ഇതല്ല. അപ്പോൾ പഴയ കേരളം എൻ്റെ മനസ്സിലുണ്ട്, ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. നമുക്ക് ആ കേരളം തിരിച്ചു പിടിക്കണം. നിങ്ങൾ 2 ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, കേരളം തിരിച്ചു പിടിക്കണം. നമുക്ക് ഭക്ഷണം പിന്നെയും കഴിക്കാം. നമ്മൾ എത്രയോ പട്ടിണി കിടന്നവരാണ്. നിങ്ങളൊക്കെ കടലിൻ്റെ മക്കളുമായി ബന്ധമുള്ള ആൾക്കാരല്ലേ, കടലമ്മയോടല്ലേ നിങ്ങൾ ഏറ്റുമുട്ടുന്നത്? പട്ടിണി കിടക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ ചിത്രമാണെന്ന് എനിക്കറിയാം. നമുക്ക് പട്ടിണിയല്ല, ഒരു മഹാവിപത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രാസിൻ്റെ വാള് പോലെ ഇങ്ങനെ വീഴാൻ കാത്തു നിൽക്കുകയാണ്. ആ വാളിനെ നമുക്ക് പിടിച്ചെടുത്തേ പറ്റൂ. അപ്പോൾ നിങ്ങളൊക്കെ റെഡിയാണെന്ന് ഞാൻ കരുതുന്നു. ഗോപികൃഷ്ണൻ കൂടി 2 വാക്ക് പറയും. അത് കഴിഞ്ഞ് സ്മിതയ്ക്ക് 2 വാക്ക് പറയാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രതിജ്ഞയിലേക്ക് കടക്കും. നിങ്ങളുടെ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. പക്ഷേ ദൈർഘ്യം കുറച്ചാൽ വളരെ നല്ലത്. നമുക്ക് കേരളം മുഴുവൻ നടന്നാലും തീരാത്ത പ്രശ്നമാണിതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ ഒരുപാട് സമയം വേണം. ഈ കൊടും വെയിലത്ത് 37 ഡിഗ്രി ചൂടിൽ കത്തിയാളുന്ന ഈ കേരളത്തിൽ ഇങ്ങനൊരു യാത്ര നടക്കുന്നതിൻ്റെ സതുദ്ദേശം ഇത് മാത്രമാണ്. നോ ടു ഡ്രഗ്, നോട്ട് ടു വയലൻസ്. അക്രമം വേണ്ട, മാരകമായ രാസലഹരിയും വേണ്ട കേരളത്തിൽ. ഗോപികൃഷ്ണൻ KR. വലിയഴിക്കലിലെ നല്ലവരായ നാട്ടുകാർക്ക് സ്വാഗതം, നമസ്കാരം. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ്. ഈ SKN40യുടെ ഭാഗമായി ലഹരിക്കും അക്രമത്തിനുമെതിരെ നടക്കുന്ന യാത്ര, അത് ഓരോ ജില്ലയിൽ ഓരോ പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോഴും അവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും പിന്തുണയും, അത് എത്ര വലിയൊരു പ്രശ്നം, ലഹരി എന്നത് നമ്മുടെ മുന്നിൽ എത്ര വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്, അത് സമൂഹം എത്രത്തോളം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് രാവിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി SKN സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതുവരെ സമൂഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമൂഹത്തെ സംരക്ഷിക്കാൻ സമൂഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അവരുടെ ഒരു മോറൽ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് MDMAക്കെതിരെ, ലഹരിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അന്ന് SKNുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു ഭാഗം, ഇനി കേരളത്തിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല,
ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നോക്കേണ്ടതില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ലഹരിക്ക് അടിമപ്പെടുന്നവരുണ്ടെങ്കിൽ, ലഹരി വ്യാപാരം നടത്തുന്നവരുണ്ടെങ്കിൽ, ലഹരിയുടെ പേരിൽ വീണ്ടും വീണ്ടും പുതുതലമുറയെ ഇല്ലാതാക്കുന്ന ശക്തികളുണ്ടെങ്കിൽ അതിനെ വേരറക്കാൻ സർക്കാർ ശക്തമായി കൂടെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങളെ ഉണർത്തുക, അവർ കൂടുതൽ ആർജവത്തോടുകൂടി കൂടുതൽ ആത്മാർത്ഥമായി മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനമായി അതിനെ പരുവപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആശയ സംവേദനത്തിലൂടെ, നിങ്ങളുമായുള്ള സംഭാഷണത്തിലൂടെ, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലൂടെ ഇതിൻ്റെ മുഴുവൻ കണക്കും, എത്രത്തോളം കേരളത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലടക്കം ലഹരിയുടെ വിപത്ത് എത്തിയിട്ടുണ്ട്, എങ്ങനെയാണത് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ നേർചിത്രമായിരിക്കും ഞങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ പുതുതലമുറയെ സംരക്ഷിക്കാൻ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവരോ ലഹരി വ്യാപാരത്തിൻ്റെ കണ്ണികളായിട്ടുള്ളവരോ ലഹരി മാഫിയയുടെ ഏജന്റുമാരായിട്ടോ ഉള്ളവരുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ അമ്മമാരുണ്ടാകണം, രക്ഷിതാക്കളുണ്ടാകണം, അധ്യാപകരുണ്ടാകണം. ഈ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ പടപൊരുതാൻ നമ്മൾ തയ്യാറാകണം. അതിന് നമുക്ക് വേണ്ടത് ഒരു ആത്മശക്തിയാണ്. അതായത് നാളെ നമ്മുടെ മക്കളെയും ഇത് ബാധിക്കും. ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. സ്കൂളിൽ നിന്ന് ഒരു കോൾ വരുമ്പോൾ ആദ്യയോടുകൂടിയാണ് ഞങ്ങൾ ആ കോൾ എടുക്കുക. അവിടെ അധ്യാപകരുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, കുട്ടികളറിയാതെ, ഏതായത് KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വരെ ബാഗുകൾ അവരറിയാതെ പരിശോധിക്കുന്നുണ്ട് എന്നാണ്. അതായത് ആരിലൂടെയാണ് ഇത് സ്കൂളിനകത്തേക്ക് കടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ കോവിഡിൻ്റെ കാലത്തിൽ കണ്ടതാണ്. ആരെയും നമുക്ക് കൈ കൊടുക്കാൻ പറ്റില്ല, ആരെയും ആശ്ലേഷിക്കാൻ പറ്റില്ല, ആരുമായി അടുത്തുനിന്ന് സംസാരിക്കാൻ പറ്റില്ല, കാരണം വൈറസ് പകരുമോ എന്ന പേടി. അതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും ഭയത്തോടു കൂടി കാണേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സുനാമി സ്പെഷ്യൽ പാക്കേജാണ്. ഒരു സുനാമിയെ അതിജീവിച്ച ജനത എന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ മഹാവിപത്തിനെ നേരിടാനുള്ള ആത്മശക്തി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കൊപ്പം നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, നമുക്കിടയിൽ നിന്നുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഈ കണ്ണിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ പടപൊരുതണം. നമ്മുടെ കുട്ടികളെ പോലും സംശയത്തോടു കൂടി നോക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾക്കാണ് ഇതിലെ പ്രാഥമികമായ ഉത്തരവാദിത്വം, അധ്യാപകർക്കാണ് ഇതിലെ പ്രാഥമികമായ ഉത്തരവാദിത്വം. കാരണം ഒരാൾ അറിയാതെ പോലും MDMA-യുടെ അടിമയായി മാറുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നമുക്ക് പഴി പറയാൻ പറ്റില്ല, അവരറിയാതെ ഈ വലയത്തിലേക്ക് വീണു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ധാർമ്മികമായ പിന്തുണ വലിയഴിക്കലിലെ നല്ലവരായ ജനങ്ങൾ നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയും ഉദാഹരണവുമാണ് ഇവിടെ ഈ ഞായറാഴ്ചയും വന്നിട്ടുള്ള ജനങ്ങൾ. അതിന് നിങ്ങളോട് പ്രത്യേകമായി നന്ദി പറയുന്നു. SKN40യുടെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന ഈ യാത്രയ്ക്ക് നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. സ്മിത ഹരിദാസ്. എല്ലാവർക്കും നമസ്കാരം. സ്നേഹം. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരി കാണുന്നുണ്ട്. ഈ ചിരി എപ്പോഴും ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇവിടെ കുറേ കുട്ടികളിരിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ നല്ല തിളക്കമുണ്ട്, മുഖത്ത് നല്ല വിടർന്ന ചിരിയുണ്ട്. പക്ഷെ എപ്പോഴും ഇത് കാണാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. നമ്മുടെ വീടുകളിൽ നമ്മൾ ചില വീടുകളിൽ ചെന്നാൽ കാണാം, വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികളെ കാണാം, അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മമാരെ കാണാം, വയസ്സായവരെ കാണാം. അതിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പലപ്പോഴും ഇതിൻ്റെ പിന്നിലെ വില്ലൻ മയക്കുമരുന്നായിരിക്കും എന്ന് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ പൈസയോ അല്ലെങ്കിൽ കുറേ ആഡംബരങ്ങളോ ഒന്നും ഉണ്ടായതുകൊണ്ടായില്ല. നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ വയസ്സായ അച്ഛനമ്മമാർക്കും ജീവിതം മുഴുവനും നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട വയസ്സായ അച്ഛനമ്മമാർക്കും അവർക്ക് സ്നേഹവും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം അല്ലേ. അത് എങ്ങനെ കഷ്ടപ്പെട്ട് വന്നാലും രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണവരാ, ഭാഗ്യം ചെയ്തവരാണ്. അതുണ്ടാകണമെങ്കിൽ ഈ മദ്യത്തെ, ലഹരി, മയക്കുമരുന്നിനെ ഇല്ലാതാക്കണം അല്ലെ. ഒരു സംശയമില്ല ആ കാര്യത്തിൽ നമുക്കല്ലേ. എല്ലാവരും ഒരുമിച്ച് നിൽക്കൂലേ. നിങ്ങളിൽ പലരുടെയും വീടുകളിൽ ഇതിൻ്റെ ഒരു നേർചിത്രം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അടുത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും അതിൽ നിന്ന് മുക്തരാകണം എന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മുടെ കുട്ടികളിലെ കണ്ണിലെ സ്വപ്നങ്ങൾ അങ്ങനെ തിളങ്ങി നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി നിൽക്കണം അല്ലേ. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. നമ്മൾ ആ സ്വപ്നങ്ങൾ അവർക്ക് തിരിച്ചു നൽകാൻ അവർക്ക് ചിറകുകൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ SKN40 സാർ അതങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കോസിന് വേണ്ടി, അല്ലാതെ കുറേ ആഘോഷങ്ങളൊന്നും വേണ്ട. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഒപ്പം നിൽക്കുകയാണ്. നിങ്ങൾ ഈ എല്ലാവരും നമുക്കൊപ്പം നിൽക്കുന്ന പ്രതീക്ഷിച്ചോട്ടെ. എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ നമുക്കൊപ്പം. കുഞ്ഞുങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം.
നമ്മൾ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരണം. ആരെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛനമ്മമാരോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമ നടപടികളുണ്ട് അതിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചികിത്സയോ സഹായങ്ങളോ വേണമെങ്കിൽ അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് ലഹരിക്കെതിരെ മുന്നോട്ട് പോകാം. ഒരുപാട് വാക്കുകളൊന്നും പറയാനില്ല. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ ഉള്ളൂർ പറഞ്ഞതാണ്. നമുക്ക് സ്വർഗവും നരകവും ഒക്കെ പണിയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതം നന്നാക്കുന്നതും ദുരിതപൂർണമാക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ലഹരി അതിനൊരു പ്രധാന കാരണക്കാരനാണ്. ലഹരി വേണ്ടെന്ന് വെക്കാം നമുക്ക്. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, സ്നേഹം. താങ്ക് യു. നമ്മുടെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞോട്ടെ. നമ്മളൊരു ഫോം എല്ലാവരുടെയും കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതും കൂടെ എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ ഏതാന്നൊക്കെ താഴെ പേരും മൊബൈൽ നമ്പറും എഴുതിയിട്ട് ആ കൗണ്ടർ ഫോയിൽ ഇവിടെ ഇതിനകത്തേക്ക് ഇടണം. ഫോം നമുക്ക് തിരിച്ചു തരണം. ഒരു യാത്ര സിംഗപ്പൂരിലേക്ക് ഒരു യാത്ര നിങ്ങൾക്ക് തരപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അതുപോലെ കൊച്ചി വരെ വരാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉണ്ടല്ലോ ഒന്ന് കടൽ കാണിക്കുക. അത് നിങ്ങളെ പറഞ്ഞല്ലോ, ഇവരെ കടൽ കാണിക്കും. ബോട്ടിൽ കയറ്റി ഉൾക്കടലിൽ വരെ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ കടലിൻ്റെ മേളിൽ കിടക്കുന്നവരാണല്ലോ അല്ലേ, കടലിൻ്റെ മടിത്തട്ടിലാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതുപോലെ കുറച്ചൊരു 40 കമ്പ്യൂട്ടർ ലാബുകൾ ഈ 14 ജില്ലകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ബുദ്ധിമുട്ട് ചില ആളുകളെ സഹായിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. അതിനിടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം, നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ കുറവുണ്ട്. സ്മിത നിങ്ങളെ ഓർപ്പിച്ചു, സ്നേഹം. നമ്മൾ കുട്ടികളെ എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടി വി നോക്കിയിരിക്കുക. കുട്ടികളെ സ്നേഹിച്ചാൽ മാത്രമേ കുട്ടികളെ അവരോട് നടത്തേണ്ട ഒറ്റ യുദ്ധമുള്ളത് സ്നേഹത്തിൻ്റെ യുദ്ധമാണ്. കുട്ടികളെ സ്നേഹിച്ചാലേ നമ്മുടെ മുഖം പാടുമ്പോൾ, നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ അവർക്ക് നൊമ്പരം ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് സങ്കടമൊന്നും ഉണ്ടാകത്തില്ല. അവരെ ഒരു സങ്കടത്തിലും സ്നേഹത്തിലും വാത്സല്യത്തിലും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാലേ നീ സ്കൂളിൽ പോകുമ്പോൾ നല്ല കുട്ടിയാകണമെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നോക്കൂ, ഇയാൾ ആരാ എന്നോട് ഇതൊക്കെ പറയാമെന്ന് അച്ഛനോട് ചോദിക്കുന്ന ഒരു കാലമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും അത് താങ്ക് യു, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. മാത്രമല്ല എനിക്കറിയാം 26 27 പേരാണോ ഇവിടെ മരിച്ചത് അഴീക്കലിൽ സുനാമി കൊണ്ട്? 26 26 പേര് മരിച്ചു. ആലപ്പാടും അഴീക്കലുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സുനാമി കൊണ്ട് മരിച്ചു പോയെന്ന് എനിക്കറിയാം. എനിക്ക് ഈ സ്കൂളിലെ അധ്യാപകരോട് പറയാനുകൂടി ഒരു കാര്യമുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഓരോ ക്ലാസ് മുറിയിൽ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പലോ അത് ആരാണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ് മുറിയിലും 3 പേരുടെ ഒരു കമ്മിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് ക്ലാസ്സിലെ മോണിറ്റർ, ഒന്ന് ക്ലാസ്സിലെ ടീച്ചർ, അതുകൂടാതെ PTA ഭാരവാഹി. ഈ 3 പേരും ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കണം. ഏതെങ്കിലും കുട്ടിയിൽ എന്തെങ്കിലും മാറ്റം കാണുന്നെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ രക്ഷകർത്താവിന് നോട്ട് കൊടുത്ത് അയക്കണം. രക്ഷകർത്താവ് അപ്പം തന്നെ സ്കൂളിൽ എത്തുകയും വേണം. വീട്ടിൽ സ്നേഹം വേണം, ജാഗ്രത സ്കൂളിലും വേണം. വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം, ടീച്ചർ പറയുന്നത് കേൾക്കാവൂ. വഴിയരികിൽ നിൽക്കുന്ന ആളുകളുടെ നിന്ന് മിഠായി വാങ്ങിച്ച് കഴിക്കുക. ഈ മിഠായി അതിനകത്ത് വിഷമുണ്ട് എന്ന് നിങ്ങളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മാത്രമല്ല കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ കുട്ടികളോട് പറയാതെ തന്നെ സ്കൂളിലേക്ക് പോകണം, കുട്ടികളുടെ പിന്നാലെ. അതുപോലെ കുട്ടികളുടെ ബാഗ് നിങ്ങൾ പരിശോധിക്കണം. അതിലൊന്നും ഇനിയൊരു അവകാശ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ അടിമുടി തറയിൽ വീഴാൻ പോകുമ്പോൾ അവകാശമൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് വളരെ കാര്യമായി ശ്രദ്ധിക്കണം. ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പലും ചെയ്യേണ്ട കാര്യം, ഈ പ്രിൻസിപ്പൽ പോലീസ് സ്റ്റേഷനുമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും വലിയൊരു ബന്ധം ഉണ്ടാക്കണം. നിങ്ങളുടെ സ്കൂളിൻ്റെ വരാന്തയിൽ ആവശ്യമില്ലാത്ത ആളുകൾ ചുറ്റി നടക്കുന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ലഹരി വിതരണത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അറിയിക്കണം. മാത്രമല്ല ടീച്ചേഴ്സ് ചൂരൽ കയ്യിലെടുക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അമ്മമാർക്ക് ചൂലെടുക്കാം, സ്കൂൾ അധികൃതർക്ക് ടീച്ചേഴ്സിന് എടുക്കുമ്പോൾ നിങ്ങൾ അടിക്കണമെന്നല്ല പറയുന്നത്, ചൂരിൽ കൈ വേണം. പക്ഷേ അതേസമയം കുട്ടികൾക്ക് എന്തും പറഞ്ഞ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തും വന്ന് നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകരുണ്ടാക്കണം. കർക്കശക്കാരി ആകുമ്പോൾ തന്നെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ടീച്ചറാണെന്ന് കുട്ടികൾക്ക് തോന്നുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ടീച്ചേഴ്സിനോട് കുട്ടികൾ മനസ്സ് തുറക്കൂ, സംസാരിക്കൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്കൂൾ അധികൃതരും PTA-യും അതുപോലെ മറ്റുള്ള സന്നദ്ധ സംഘടനകളും വീട്ടുടമസ്ഥരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം തീരുമാനിച്ചാൽ ഈ ഒരു വലിയ വിനാശത്തിൽ നിന്ന് നമുക്ക് കരകയറാം. നമ്മൾ സുനാമി കടന്നവരാണ്. മറ്റൊരു സുനാമി അടിക്കാതിരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഈ തീരുമാനം വേണം. 2 കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ പ്രതിജ്ഞയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പ്രതിജ്ഞയിലേക്ക് പോകണോ, അതോ നമുക്കിവിടെ ഇതെല്ലാം സംഘടിപ്പിച്ച് തരാനൊക്കെ നമുക്കൊപ്പം നിന്ന ഒരാളുണ്ട്, RK സമുദ്ര. അപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകണം. അപ്പോൾ ആദ്യം പ്രതിജ്ഞ ചെയ്യാം നമുക്ക്, അല്ലേ? എന്നിട്ട്
നമുക്കൊരു കാര്യം നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലാം. ഈ പ്രതിജ്ഞ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ഒരുപാട് പ്രതിജ്ഞകൾ നിങ്ങൾ കേട്ട് കാണും. ഈ പ്രതിജ്ഞ എന്ന് വെച്ചാൽ സുനാമിക്കെടുക്കുന്ന ഒരു പ്രതിജ്ഞ പോലെ നമ്മൾ കാണണം. നമ്മൾ മാത്രമല്ല, വിനാശത്തിൻ്റെ കരയിലോട്ട് അടിച്ചു കയറുകയാണ്. ഈ കടലിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്തണമെങ്കിൽ, തടഞ്ഞു നിർത്തണമെങ്കിൽ നമുക്ക് അപാരമായ മനസാന്നിധ്യം വേണം, ആത്മവിശ്വാസം വേണം, ആത്മാർത്ഥത വേണം. അപ്പം ഞാനൊരു പ്രതിജ്ഞ ചൊല്ലും. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നെഞ്ചിൽ കൈവച്ച് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്നുള്ള തീരുമാനത്തോടെ ഈ പ്രതിജ്ഞ നിങ്ങൾ ഏറ്റു പറയുക. ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണിത്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ തിരിച്ചറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സമ്പന്ന കേന്ദ്രമാകുന്നു. അതിനാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് ഞാൻ തടയുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വിട്ടുമാറാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നവരാ കേട്ടോ. അമ്മാവ 8. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് വന്നോളൂ. ഇദ്ദേഹമാണ് RK സമുദ്ര. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയണ്ടാവൂലേ? പ്രിയമുള്ളവരെ, ഈ നാടിനു വേണ്ടി ഞങ്ങൾ നാട്ടുകാർ വളരെ ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമാണ്. ഈ വരുന്ന അധ്യയന വർഷം ഞങ്ങൾ തീരുമാനിക്കുന്നു, SKNൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചതാണ്. അടുത്ത അധ്യയന വർഷം ഞങ്ങളുടെ ഈ സ്കൂളിൽ ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയും ഉണ്ടാവില്ല. ഒരു തർക്കവുമില്ല. അതിനുവേണ്ടി നാട്ടുകാരും ഒരുമിച്ച് നിർത്തും. അത് ഞങ്ങൾ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ വലിയ വിപത്ത്, നമ്മുടെ നാട് നശിപ്പിക്കുന്ന വലിയ വിപത്തിനെ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ ഈ വേദി ഉപയോഗിക്കുകയാണ്. അതിന് തുടക്കമാകുമെന്ന് കരുതുന്നു. എനിക്ക് കുട്ടികളോട് പറയുവാനുള്ളത്, SKNൻ്റെ സാന്നിധ്യത്തിൽ ഒരു കവിതയായി എൻ്റെ പ്രിയ സുഹൃത്ത് രതീഷ് ആലപിക്കും. വേഗം രതീഷ് കമ്മിങ് ഓടുക. ഒരു 4 വരി ഒരു 4 ലൈൻസ് വരും. മാഷ് വരും. മാഷാണോ? ഇവിടുത്തെ മാഷാണോ? അങ്ങ് എഴുതിയതാ. നമ്മുടെ മാവേലിക്കലിലെ മനോജിൻ്റെ അച്ഛനോട് ഇരിപ്പുണ്ട്. അച്ഛനാണ് എന്നോട് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ കാല് തട്ടി വീഴും, മറ്റൊരു സുനാമിയായി മാറുമെന്ന്. ഓക്കെ, സന്തോഷം. കാതു തുറന്നിതു കേൾക്കണം കൂട്ടരെ, കരളുറപ്പോടെ പൊരുതിയിടണം. കാതു തുറന്നിതു കേൾക്കണം കൂട്ടരെ, കരളുറപ്പോടെ പൊരുതിയിടണം. പൊരുതിയില്ലെങ്കിലോ മരിച്ചിടും നമ്മൾ. ഒറ്റയ്ക്ക് പൊരുതിയാൽ ജയിക്കില്ല കൂട്ടരെ. കൂട്ടുകാരെ ചേർത്ത് പൊരുതിടാം, നാട്ടാരെ ഒപ്പം ചേർത്തിടാം. കൂട്ടുകാരെ ചേർത്ത് പൊരുതിടാം, നാട്ടാരെയൊപ്പം ചേർത്തിടാം. നാടിൻ്റെ നന്മകൾ വീണ്ടെടുക്കാം, നമുക്ക് നാടിൻ്റെ നന്മകൾ വീണ്ടെടുക്കാം. നന്ദി. എന്തായാലും വളരെ അർത്ഥവത്തായ കവിതയാണ്. കവിത എഴുതിയതും ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? രാധാകൃഷ്ണൻ RK സമുദ്ര സ്കൂളിന്റെ PTA പ്രസിഡന്റൊക്കെ ആയിരുന്നു. സാംസ്കാരിക പ്രവർത്തകനാണ്. ജഗന്നാഥിന് ഒരു കാര്യം പറയാനുണ്ട് അല്ലേ? ഈ സ്കൂളാണോ? ഈ സ്കൂൾ ഇവിടെ എന്താ പഠിക്കുന്നേ? ഞാൻ ഇവിടെ സയൻസിൽ പഠിക്കുകയാണ്. പ്ലസ് ടു ആണ്. എന്താണ് ഒരു അനുഭവം പറഞ്ഞത്? നേരത്തെ പറഞ്ഞല്ലോ ആ ചേട്ടനോട്. ചേട്ടൻ കുറെ ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ പറഞ്ഞോ? എന്ത് അനുഭവങ്ങൾ ആഫ്രിക്കയായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും? എനിക്ക് അണ്ടർ വാട്ടർ വെൽഡിങ് പഠിക്കാനാണ് ആഗ്രഹം. അപ്പോൾ അത് സൗത്ത് ആഫ്രിക്കയിൽ പോയി പഠിക്കണമെന്നാണ് ഇത്. പിന്നെ അണ്ടർ വാട്ടർ വെൽഡിങ് അതിനെന്തോ തടസ്സം? എന്താ
അതിന് ഒരുപാട് എക്സ്പെൻസീവ് ആണോ? ആണ് എത്ര പൈസ വേണ്ടി വരും? ഒരു 8 lakh ഒക്കെ വേണ്ടി വരും. 8 lakhs? 8 lakhs. അത് അപ്പോൾ മോൻ എന്നാ പോകുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക്? അത് എനിക്കിനി പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അതൊക്കെ എടുത്തതിന് ശേഷം ആ, അതിവിടോട്ട് ഒരു ആപ്ലിക്കേഷൻ അയക്കണം. അവിടെ അഡ്മിഷൻ കിട്ടുമോ? കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ മോനെ നമ്മളെ സമീപിക്കാം, നമുക്ക് മോനെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അയക്കാം, നോക്കാം കേട്ടോ. താങ്ക് യു സാർ. ഒറ്റ ചോദ്യം, ഈ പുതിയ തലമുറയിലെ ഇങ്ങനെ സ്വപ്നങ്ങളെയൊക്കെ നശിപ്പിച്ച് കരിച്ചു കളയുന്ന ഒരു സാധനമുണ്ട് അല്ലേ, ലഹരി. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. പുതുതലമുറയുടെ ഒരു എന്താ പറയുക, അവരുടെ എല്ലാവരുടെയും ഒരു പ്രതിനിധിയാണല്ലോ, എന്താണ് പറയാനുള്ളത്? അതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾക്ക് കൊള്ളാം, അല്ല നമുക്ക് കൊള്ളാം. ഉപയോഗിക്കാറുണ്ടാവല്ലോ. ഞാനൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ അത് തന്നെയാണ് ആ സന്ദേശം കൊടുക്കുന്നത്. ആ ഞങ്ങൾക്കൊപ്പം ഉണ്ടോ? ഉണ്ട്. ലഹരിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ. താങ്ക് യു. അപ്പൊ ഇവിടെ ഒരു കവി കുറച്ച് നേരമായിട്ട് ഒരു ശ്വാസം മുട്ടലുമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വരൂ ഒരു 4 വരി തീരുവോ? കാല് വയ്യേ? അവിടെ നിന്നാലും മതി. അവിടെ എന്നാ മതി, ഞാൻ മൈക്കോട്ട് അങ്ങോട്ട് വരാം. ആ, ഓക്കെ, സന്ദേശമാണ്. ആയിക്കോട്ടെ. സന്ദേശമായിട്ടാണ് ഇത് വായിക്കണം. ഇത്ര വായിക്കണോ? അതോ 4 വരി ഇപ്പം നല്ലതിൻ്റെ അതിന്റെ ഒരു കണ്ടന്റ് മാത്രം അവർക്ക് അത്ര അറിഞ്ഞാൽ പോരെ. സ്നേഹബന്ധമെന്നതോ മുൻപേ, രക്തബന്ധമെന്നതോ പിൻപേ, അച്ഛനും അമ്മയും നൊന്തു വളർത്തിയ പൊന്നുമക്കളല്ലേ നിങ്ങൾ. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, മയക്കുമരുന്നിനു പോകരുതേ നിങ്ങൾ. അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുക നിങ്ങൾ, അമ്മയുടെ ഉപദേശം മതി. ഓക്കെ, അത്രയും തന്നെ കാര്യങ്ങൾ കേട്ടാൽ നാട് നന്നാവും. വളരെ നല്ല ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പിന്നീട് ഉപയോഗിക്കാം. നമുക്ക് ഇതിലൂടെ ഒറ്റയടിക്ക് ചിലവാക്കിയാലോ? എങ്ങനെയുണ്ട് സാറേ? വരിയ കണ്ടായിരുന്നു. വരിയെ കൊള്ളാം. മാത്രമല്ല ഈ അടുത്ത സ്ഥലമല്ലേ ഹരിപ്പാട് അല്ലേ, അവിടെ ശ്രീകുമാരൻ തമ്പി സാറും ഇത് തന്നെ എഴുതിയത്. സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം അല്ലേ, ബന്ധം എന്ന പദത്തിന് എന്തർത്ഥം. സ്വന്തം ഒക്കെ ജലരേഖയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്ക് നാടിന് വേണ്ടി നന്മ. ഇവിടെ എവിടെയാ? കള്ളിക്കാട്, ആറാട്ടുപുഴ. ആറാട്ടുപുഴ. ഇതൊക്കെ വല്ല കുഴപ്പമില്ല പോകുന്നുണ്ടോ? ഇങ്ങനെ പോകുന്നു. ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് കുറെ നാളെ. സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പ്രൊഡ്യൂസറാ ഭാഗ്യവാനായത്? ആയില്ല, കൊടുത്തിട്ടില്ല. പ്രൊഡ്യൂസർ ഭാഗ്യവാനാണ്. അത് വരുന്നില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ വരുവാണെങ്കിൽ അവന്റെ കാര്യം നമ്മൾ ശരിയാക്കും അല്ലേ. ഞാൻ സാറിനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഏതെങ്കിലും പ്രൊഡ്യൂസറെ കൈ കിട്ടിയാൽ ഞാനിങ്ങനെ വലിയ എഴുക്കലോട്ട് വിടും. അവിടെ ഒരു പുസ്തകം അല്ല സ്ക്രിപ്റ്റ് റെഡി ആയിരിപ്പുണ്ട്. അവിടെ ഇരിക്കാം. ചേട്ടാ സന്തോഷം, ചേട്ടൻ്റെ കവിത നന്നായി കേട്ടോ. ചേട്ടൻ വളരെ കൊടുത്ത സന്ദേശം വലിയ സന്ദേശമാണ്. ജനങ്ങളോട് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ തലമുറ വളർന്നു വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ. അച്ഛനും അമ്മയും പറയുന്ന വാക്ക് കേൾക്കുന്ന എത്രയും വേറെ ഒന്നും ഈ ഭൂമിയിലില്ല, ഒരു ഉപദേശവുമില്ല. കലാലയങ്ങളിൽ പോലും അതുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനത് എഴുതി വെച്ചിരുന്നതാണ്. കലാലയങ്ങളിൽ മൊത്തം മയക്കുമരുന്നുണ്ടാക്കുന്ന ദുഷ്ടന്മാരുണ്ട്. ആ ദുഷ്ടന്മാരെ ഒന്ന് അകത്താൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ട് സാർ അത് സമയം കിട്ടാത്തതുകൊണ്ടാണ്. താങ്ക് യു. ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തത് ഇങ്ങോട്ട് തിരിച്ച് കൊടുക്കണം. അതിൻ്റെ സൈഡിൽ ഇത് കീറിയിട്ട് ആ ബോക്സിനുള്ളിൽ ഇടണം. നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ, ഓരോ ജില്ലകളിലും ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തും. ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസത്തെ സൗജന്യ ക്രൂയിസ് യാത്രയാണ് ഭാഗ്യശാലിക്ക് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഫോംസ് ഇവിടെ മടക്കി കൊടുക്കുക. ആ ഫോം താഴെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എഴുതി അതിലിടുക. എല്ലാവരും ഇട്ടോ? അതെല്ലാവരും ഇട്ടോളൂ കേട്ടോ, അത് മറക്കണ്ട. അതിൻ്റെ ഫോം തിരിച്ചു കൊടുക്കണേ. തിരിച്ചെന്നേക്ക് എല്ലാവരും എഴുതിയിട്ടോ, അത് മറന്നോല്ലേ. ഓരോ ജില്ലകളിലും 2 ദിവസം വെച്ചിട്ടാണ് നമ്മളുള്ളത്. ഇപ്പം 2ാമത്തെ ദിവസം വൈകിട്ടാണ് നമ്മൾ നറുക്കെടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ഉടമ ഡോക്ടർ ഷംസീർ വയലിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആംബുലൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടുപോകാനല്ല വന്നത്, ഞങ്ങളെ കൊണ്ടുപോകാനാണ്. അപ്പം ഈ ആംബുലൻസ് നമ്മുടെ കൂടെ കൊണ്ടു കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. കാര്യം ഈ മാഫിയ ശക്തികൾ കരുത്തന്മാരാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസ് ഉപയോഗിക്കും അല്ലേ. ഓക്കെ. അപ്പോൾ VPS ലേക്ക് ഷോറിൻ്റെ വലിയ സഹായമാണ് നമ്മൾ കേരളത്തിൽ ഇത് നടത്താൻ നൽകിയിട്ടുള്ളത്. ഈ നമ്മൾ കാസർഗോഡ് എത്തുന്നത് വരെയും ഈ VPS ലേക്ക് ഷോറിൻ്റെ ആംബുലൻസ് നമ്മളെ പിന്തുടരും. ആളുകൾക്ക് അടിയന്തരമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നാട്ടുകാർക്കും നമുക്കും ഈ ആംബുലൻസ് തരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്കൾക്ക് എന്തോ പറയാനുണ്ട്? ഇതേ ഒരു ലോ കോളേജിൻ്റെ ഉടമയാണ്. നമ്മൾ കണ്ട +2 പഠിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ.
എൻ്റെ പേര് ശിവജി എന്നാണ്. ഞാൻ കായംകുളം ഗുരു നിത്യചൈതന്യതി കോളേജ് ഓഫ് ലോ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മുടെ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും എന്നാൽ പഠിക്കാൻ നല്ല കഴിവുള്ളതുമായ 2 വിദ്യാർത്ഥികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് BA LLB പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ +2 കഴിയുന്ന 2 കുട്ടികൾക്ക് ഇദ്ദേഹത്തിനെ സമീപിക്കുന്നതിന് ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ BAക്ക് ചേർന്ന് BA LLB 5 വർഷ കോഴ്സല്ലേ? 5 വർഷ കോഴ്സിൽ പാസ്സായി കോടതിയിൽ കോട്ടൊക്കെ ഇട്ട് ഒരു വിലസ. ഓക്കെ, ശരിയല്ലേ? ഓക്കെ താങ്ക് യു. അങ്ങയുടെ പേരെന്താ? ശ്രീനാഥ് അമ്പക്കാട്. ഞാൻ ഹരിവാറ്റയുടെ കോർഡിനേറ്ററാണ്. ഓക്കെ, താങ്ക് യു. സ്മിത, ഓക്കെ, നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാണ്. ഇനി നമ്മൾ ഇത് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങാൻ സമയമായി. വളരെ സന്തോഷം ടീച്ചേഴ്സിനും ഈ സ്കൂളിനും അതുപോലെ അമ്മമാർക്കും എല്ലാം താങ്ക് യു. ടീച്ചേഴ്സിന് താങ്ക് യു. അപ്പോൾ പേരൻസ് എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. എന്താ ചേട്ടാ? കംപ്ലൈൻറ്റ് ചെയ്യുന്നു. പോലീസുകാരെയിൽ ഇവരെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയാവും അവർ തിരിച്ചിറങ്ങിയിട്ട് നമ്മളെ വന്ന് വെല്ലുവിളിക്കും. അതാണ് നടക്കുന്നത്. അതൊക്കെ മാറും. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇത്രയും പേരുടെ കൂടി 7 സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 7 പിന്നെ നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ്. അതാണ് ഇപ്പം നിയമങ്ങളൊക്കെ മാറും. കാര്യം നാട്ടുകാർക്ക് ഈ നിയമമല്ല പോരെങ്കിൽ വേറെ മാറ്റൂലേ നമ്മൾ? സാറേ നമ്മളെ ചേട്ടൻ്റെ പേരെന്താ? നിയമം മാറിക്കഴിയുമ്പോൾ രതീഷിനെ ഞാൻ അറിയിക്കും. പാലത്തിൻ്റെ കാലം 12 മണി സമയത്തുവേ പാലത്തിൻ്റെ അവിടെ ഈ മയക്കുമരുന്ന് അടിച്ച് പെൺകൊച്ചുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് ഇതിൽ ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബാണ്. വാഹനങ്ങൾ പോകാൻ വരെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അത് പിന്നെ സർക്കാരിൻ്റെ ബോധ്യപ്പെടുത്തുക, ചാനലും വരുത്തുക. ഈ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിക്കുന്നുണ്ട്. പാലത്തിൻ്റെ പറ്റ ഭയങ്കര പ്രശ്നമായി ഇത് മയക്കുമരുന്നിൻ്റെ. പിന്നെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന അവിടെ 24 മണിക്കൂർ ശല്യം തന്നെ. എല്ലാവർക്കും ഉറങ്ങാൻ പോലും ഒക്കത്തില്ല വീടിനകത്ത് കിടന്ന്. ആ രീതിയിലുള്ള ശല്യമുണ്ട്. പാലം ആണ് പാലത്തിൻ്റെ അടിയിലും മേലിലും ഈ മണ്ണിൻ്റെ പുറത്തും ഒക്കെ ഒന്നും മിണ്ടാനൊക്കത്തില്ല. വേറെ അഹങ്കാരം. ഇവിടെ സ്കൂളിൻ്റെ വടക്കുവശത്തൊരു മില്ലുണ്ട്. ആ മില്ലിൻ്റെ പരിസരത്ത് സ്കൂൾ വിടുന്ന സമയം കണക്കാക്കി വേറെ ബൈക്കിൽ പൈതങ്ങൾ വരും. ഈ സ്കൂൾ കുട്ടികളിൽ അവരുമായിട്ട് അവിടെ ഒരു വലിയ ഇതാണ് നടക്കുന്നത്. അത് പെൺകുട്ടികളും കുറേ സമയം ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞ് 3-4 വരെ ഓടും. അല്ല, ഞാൻ പറഞ്ഞറിയോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകാതെ സംഘടിച്ച് പോകണം. വീട്ടമ്മമാർ സംഘടിച്ച് പോയി കഴിഞ്ഞാലേ അവർ വാലും ചുരുട്ടി പോകും. അല്ല സാറേ, ഞാൻ ഇന്നലെ അവിടെ കൃഷി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പണിക്കാരുമായിട്ട്. മണിക്കൂർ നോക്കി നിന്നിട്ടിട്ട് ഇവർ പോകുന്നില്ല. അവസാനം വേറെ പെൺകുട്ടികളെ ഇവളുമാർ കൈയായിട്ട് വിളിക്കാൻ പറ പൊടി എന്ന് പറഞ്ഞു. അവരെ തിരിച്ചു വിട്ടിട്ട് പൊടി വീട്ടിലോട്ട് പൊടിയെന്ന് പറഞ്ഞു. സ്കൂള് അങ്ങനെ പറയാൻ അമ്മമാർക്ക് തയ്യാറായാൽ മതി പറഞ്ഞു. അങ്ങനെ 3-4 പേര് തിരിച്ചു പോയി. തെക്കോട്ട് നടന്നില്ല. പിന്നെ വന്ന ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അത് ഞാൻ കുറച്ച് അപ്പുറമാണ്. ഞാൻ ചോദിച്ചു അപ്പുറത്ത് സ്ഥലപ്പേരില്ലെന്ന് ചോദിച്ചു. പണിക്കാരും നിൽപ്പുണ്ട് എൻ്റെ വീട്ടിലെ. അങ്ങനെ കുറേ പേരെ ഞാൻ വഴക്ക് പറഞ്ഞു വിട്ടു. അല്ല, ഞാൻ കർശനമായിട്ടൊന്ന് പറഞ്ഞു. ശരിയമ്മ, അപ്പം നമുക്ക് ഔദ്യോഗികമായിട്ട് ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു. നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ മറന്നു പോകരുത്. നിങ്ങളുടെ സ്കൂളിൻ്റെ കാര്യമൊക്കെ നമ്മൾ തുടർന്ന് അന്വേഷിക്കും. സാമൂഹ്യ മുന്നേറ്റ മുന്നണിയുടെ പ്രവർത്തകരുണ്ട്. സാമൂഹ്യ മുന്നേറ്റം. അപ്പം നിങ്ങൾ താമസിച്ചു പോയി വരാൻ. സർ, സാമൂഹിക മുന്നേറ്റ മുന്നണി ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം തുടങ്ങി വച്ചിരിക്കുകയാണ്. നമ്മുടെ സംവിധായകൻ വിനയനാണ് അതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ളത്. അതേപോലെ തന്നെ C. ദിവാകരൻ സാറ്, രമേശ് ചെന്നിത്തല, പ്രതിഭ ഹരി, അതേപോലെ മഹേഷ് MLA ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിന് നമുക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ സാമൂഹ്യ മുന്നേറ്റ മുന്നണി സ്പോൺസർ ചെയ്യുന്ന ട്രാവൻകൂർ കേരള ഫുട്ബോൾ ക്ലബ്ബ് ഈ സ്കൂളിലടക്കം സ്പോർട്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ട്രാവൻകൂർ കേരള ഫുട്ബോൾ ക്ലബ്ബ് അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാമൂഹിക മുന്നേറ്റ മുന്നണിയാണ്. ലഹരിക്കെതിരെ കഴിഞ്ഞ 10 വർഷമായിട്ട് ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പല ഭീഷണികളും വന്നിരിക്കുകയാണ്. പക്ഷേ ജീവൻ പോയാലും ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ്. ആളുകളെ പിടിച്ചു കൊടുത്തിട്ടുണ്ടോ? ആളുകളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക, എക്സൈസിൽ ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളോട് ചോദിക്കുകയാണ്. ബോധവൽക്കരണം മാത്രമല്ല സർ, ഞങ്ങളുടെ ക്ലബിലേക്ക് കുട്ടികളെ അല്ലെങ്കിൽ സംഘടനയിലേക്ക് ആകർഷിക്കുക. ഓരോ അംഗങ്ങളും ലഹരി
ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് സാമൂഹ്യ മുന്നേറ്റ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് സാറിൻ്റെ പ്രത്യേക ഇവിടുത്തെ പ്രസിഡന്റാണ്. അതുകൂടാതെ ഞാൻ ഈ മേഖലയിൽ പത്രം വിതരണം ചെയ്യുന്നത്. എല്ലാ പത്രമുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നും മനോരമയിലും മറ്റ് പത്രങ്ങളിലും ഒരു വാർത്ത വന്നിട്ടുണ്ട്. കാരണം എല്ലാ മേഖലയിൽ നിന്നും വിളിച്ച് പറയും ഈ കടപ്പുറത്ത് ഭയങ്കരമായ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന് എല്ലാ മേഖലയിൽ നിന്നും വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പത്രത്തിൽ കൊടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇന്നും ഉണ്ട്, മനോരമയിൽ വലിയൊരു വാർത്തയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള, സാറ് പറഞ്ഞതുപോലെ ഇതിന് പത്രത്തിലോ അല്ല ഇത് മാധ്യമങ്ങളിലോ മാത്രം വന്നിട്ട് ഒരു കാര്യമില്ല. ആ പ്രദേശത്ത് നമ്മൾ പത്രത്തിൽ വാർത്ത കൊടുത്തോണ്ട് കാര്യമില്ല. ആ പ്രദേശത്തുള്ളവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത് ഈ വിപത്തിനെ നീക്കാൻ പറ്റും. ഇവിടെ ലഹരി ഈ പ്രദേശത്തുള്ളവർ നമ്മൾ നടത്തുന്നത്. അതെ, അല്ല, അതാ ഞാൻ പറഞ്ഞു. ഇവിടെ ഈ പ്രദേശത്തുള്ളവർ അല്ല ഈ ലഹരി ഉപയോഗിക്കുന്നതോ കൊണ്ടുവരുന്നതോ. പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ലഹരി കൊടുത്ത് അവർ തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ഉപയോഗിക്കും. ആളുകൾ വരികയാണ്. ഇനി ഔദ്യോഗികമായി നന്ദി പറയാൻ ഒരു ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിടിക്കാനോ? ടീച്ചറെ, ഈ മോളുടെ അച്ഛൻ എന്നെ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അച്ഛൻ പോലീസിലാണ്. മോളെ അച്ഛൻ്റെ പേരെന്താ? രാജേഷ്. രാജേഷ് അച്ഛാ അച്ഛനെ ഞാൻ അന്വേഷിക്കുന്നു. മോളുടെ പേരെന്താ? അനശ്വര. പ്ലസ് 1 പഠിക്കുന്നു. ഈ സ്കൂളിലല്ലേ? ഓക്കെ, നല്ല കാര്യം. ഇനി ഗോപികൃഷ്ണൻ, നന്ദി. താങ്ക് യു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഫ്ലവേഴ്സ് ചാനലിൻ്റെ നേതൃത്വത്തിൽ SKN40 ശ്രീകണ്ഠൻ നായർ സംഘടിപ്പിച്ച ഈ യാത്ര നമ്മുടെ വലിയഴിക്കൽ സ്കൂളിൽ എത്തിച്ചേർന്നതിൻ്റെ നന്ദി ഞങ്ങൾ നാട്ടുകാരുടെയും ടീച്ചർമാരുടെയും SMCയുടെയും PTA യുടെയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.